മാമച്ചനും ഗ്രസ്മയും സ്റ്റാലിൻ ജോസഫ് എന്ന് കേട്ട് ആശയക്കുഴപ്പത്തിൽ. തുടർന്ന് കാണുന്നത് വൈജയന്തി താമസിക്കുന്ന വീട്ടിലെ ദൃശ്യങ്ങളാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നത് കേട്ട് ഹോം നേഴ്സ് അത് വൈജയന്തിയുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു. രാവിലത്തെ ചായ കുടിച്ച് ഡൈനിങ് ടേബിളിന്റെ അരികിലിരിക്കുകയായിരുന്നു വൈജയന്തി. ശിവശങ്കര മേനോന്റെ കോൾ എടുത്ത് വൈജ ചോദിച്ചു, എന്താ ശിവേട്ട രാവിലെ? നീ അറിഞ്ഞില്ലേ, അലീന പോയി ഇന്നലെ. എങ്ങോട്ട്? നിന്റെ ശബ്ദം അങ്ങ് നിറവേറിയല്ലോ. ഇനി വീട്ടിലേക്ക് തിരിച്ച് പോകരുതോ? ആ, പോകാൻ തയ്യാറായിരിക്കുകയാണ് ഞാൻ. ശിവേട്ടൻ ഇവിടെ വരെ ഒന്ന് വന്നാൽ മതി. ഞാൻ വരാനോ? അതെന്തിനാ? പിന്നെ ഞാൻ തനിച്ചങ്ങോട്ട് പോകാനോ? അതൊരു ഭംഗികേടല്ലേ ശിവേട്ട. ശിവേട്ടൻ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയി വിടണം. ഞാൻ അങ്ങോട്ടേക്ക് വിളിക്കാൻ ഇരിക്കുമ്പോഴാണ് ശിവേട്ടൻ ഇങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അത് കൊള്ളാം. ഇപ്പൊ ഞാൻ ഇവിടെ ഇല്ലായിരുന്നെങ്കിലോ? എനിക്കൊരു ധൃതിയുമില്ല ശിവേട്ട. ആ, ഏതായാലും നീ ഒരുങ്ങിയിരിക്കുകയല്ലേ, ഇന്ന് തന്നെ അങ്ങോട്ട് പോയേക്കാം. ശിവേട്ടൻ വരണം. ശരി, ഉടനെ വരാം. വരുമെങ്കിൽ വേഗം വരണം. കുട്ടികൾ സ്കൂളിൽ പോകുമ്പോഴേക്കും എനിക്ക് അവിടെ എത്തണം. അത് പറ്റില്ലെങ്കിൽ രാത്രി ആയാൽ മതി. കുഴപ്പമില്ല, രാവിലെ തന്നെ പോകാം. ഞാൻ വരാം. ഒരു മിനിറ്റിന് ശേഷം വൈജയന്തിയും ശിവശങ്കര മേനോനും പുറപ്പെട്ടു. സാധനങ്ങളെല്ലാമായി 15 മിനിറ്റിന് ശേഷം കാർ കടപ്പാട്ടൂർ എത്തി. മുറ്റത്ത് കാറിന്റെ ശബ്ദം കേട്ട് രോഹിത്തും ബബിതയും കൃഷ്ണയും സിറ്റൗട്ടിൽ വന്നു നോക്കി. ഊന്നുവടി നിലത്തൂന്നി വൈജയന്തി അമ്മ നടക്കുന്നത് കണ്ടിട്ട് കൃഷ്ണജ മുറ്റത്തേക്ക് ഇറങ്ങി. അവൾ അമ്മയുടെ കൈക്ക് പിടിച്ച് സഹായിക്കാൻ തുടങ്ങി. വേണ്ട വേണ്ട, കുറച്ച് പ്രയാസപ്പെട്ടാലും വേണ്ടില്ല, തനിയെ നടന്ന് ശീലിക്കാൻ ഡോക്ടർ പറഞ്ഞേക്കണേ. അല്ലെങ്കിൽ തന്നെ ഇത്രയും കാലം ആരുടെയും സഹായമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. വൈജയന്തി തനിയെ സ്റ്റെപ്പുകൾ കയറി സിറ്റൗട്ടിൽ എത്തി. ബബിതയെയും രോഹിത്തിനെയും ഒന്ന് നോക്കി. അപ്പോൾ ബബിത പറയുകയാണ്, അമ്മ ആ ഒടുവിൽ പറഞ്ഞ സെന്റൻസ് അതങ്ങ് ഒഴിവാക്കാമായിരുന്നു. എന്തിനാണ് ഈ ഒഴിവാക്കുന്നത്? ഞാൻ സത്യമല്ലേ പറഞ്ഞത്? കാലും കൈയും ഒടിഞ്ഞ് ഒന്ന് എഴുന്നേൽക്കാനോ തിരിയാനോ പോലും കഴിയാതെ കിടന്ന അമ്മയെ ശുശ്രൂഷിക്കാൻ എന്റെ 3 മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ആ കിടന്ന കിടപ്പിൽ ചത്തുപോയേക്കോളും എന്ന് എല്ലാവരും അങ്ങോട്ട് ആശ്വസിച്ചു. അത് കേട്ട് ബബിത പിറുപിറുക്കാണ്. കൈയും കാലും ഒടിഞ്ഞെങ്കിലും നാക്കിന് മാത്രം ഒരു കുഴപ്പം പറ്റിയിട്ടില്ല. ഇല്ലടി, ഒന്നിനും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ഒടിഞ്ഞ എല്ലുകളൊക്കെ നല്ലവണ്ണം കൂടിയിട്ടുണ്ട്. അങ്ങനെയൊന്നും വൈജയന്തിയെ തോൽപ്പിക്കാൻ ദുർവിധിക്ക് പോലും പറ്റില്ല. കാലിന് ഇത്തിരി ബലക്കുറവുണ്ടെന്നേ ഉള്ളൂ. 1 മാസം കൊണ്ട് അതും അങ്ങ് ശരിയായിക്കോളും. വൈജയന്തി വീരോടെ സംസാരിക്കുന്നത് കേട്ട് രോഹിത് പറയാണ്, എന്തായാലും അമ്മ തിരിച്ചു വരവ് ഗംഭീരമാക്കി. എന്താണ് നിനക്കൊരു പുച്ഛം? പുച്ഛമല്ല, അമ്മയുടെ ഡയലോഗ് കേട്ടിട്ട് അഭിനന്ദിച്ചതാണ്. ഉടനെ പിറകിൽ നിന്നുകൊണ്ട് ശിവശങ്കര മേനോൻ, മതി മതി, അകത്തേക്ക് ചെല്ല്. മകനെ നോക്കി ഒന്ന് മോളിയിട്ട് ബാലചന്ദ്രനെ ഒന്ന് പാളി നോക്കി. എന്നിട്ട് പറയുകയാ, പത്രത്തിലേക്കാണ് കണ്ണ്. ഇവിടെ ആരെങ്കിലും വന്നെന്നോ ഭാവം പോലും ഇല്ല. കണ്ടിട്ടും കാണാതെ കേട്ടിട്ടും കേൾക്കാതെ ഉള്ള ഇരിപ്പ്. അപ്പോൾ ശിവശങ്കര മേനോൻ ചോദിക്കുവാണ്, ബാലചന്ദ്രൻ എന്താ ഇത്ര സൂക്ഷിച്ച് പത്രം വായന? പിള്ളേര് പരീക്ഷയ്ക്ക് പഠിക്കുന്ന പോലെ. അത് കേട്ട് ബാലചന്ദ്രൻ മുഖം ഉയർത്തി ഒരു ചിരിയോടെ പറയുകയാണ്, സ്വർണത്തിന്റെ വിലയെ താഴോട്ടാ. സ്വർണ വിപണി ഭയങ്കര മാധ്യമാണെന്ന്. എണ്ണ വിലയെ ആശ്രയിച്ചാണല്ലോ. അതോ ഡോളറിന്റെ കൂടിയത് കൊണ്ടാണോ? ആർക്കറിയാം. ബാലചന്ദ്രൻ മേനോൻ വീണ്ടും പത്രത്തിലേക്ക് തന്നെ നോക്കി. തുടർന്ന് ശിവശങ്കര മേനോൻ, രോഹിത്തെ, ആ കാറിനുള്ളിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാൻ നീ കൂടി ഒന്ന് സഹായിക്കേ. ആരോടോ ഉള്ള കൊടും പക തീർത്തതുപോലെ വൈജയന്തി വീടിനകത്തേക്ക് കയറി ചെന്നു. അലീനയില്ലാത്ത വീട്. അവളെ ഇവിടെ നിന്നും നാട് കടത്തുന്നതിൽ ഞാൻ വിജയിച്ചിരിക്കുന്നു. കുടുംബാന്തരീക്ഷം മൊത്തത്തിൽ മോശമല്ലെന്ന് വൈജയന്തിക്ക് തോന്നി. കുട്ടികൾക്കൊന്നും ദേഷ്യമില്ല. വീടിനകത്തേക്ക് കയറി ഇതിനുശേഷം ശിവശങ്കര മേനോൻ ശാസനയോടെ വൈജയന്തിയെ ചോദിക്കുകയാണ്, നീ എന്തിനാ കുട്ടികളോട് വന്നു കയറിയപ്പോൾ തന്നെ അനാവശ്യമായി ഓരോന്ന് പറയാൻ പോയത്? അതെ, അത് ഞാൻ കുട്ടികളോടായിട്ട് പറഞ്ഞതല്ല. ഞാനൊന്നും അറിഞ്ഞില്ലേ മട്ടിൽ ഒരാൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, പത്രത്തിലോട്ട് തലയും ഇട്ട്. വൈജയന്തി നാണം കെട്ട് തിരിച്ചു വരില്ലെന്നും വീറിനും വാശിക്കും ഒന്നും ഒരു കുറവും വന്നിട്ടില്ലെന്നും എനിക്ക് അറിയിക്കണമായിരുന്നു. അങ്ങനെ അറിയിച്ചിട്ട് നിനക്കെന്താ ലാഭം? ഞാൻ തോറ്റിട്ടില്ലെന്ന് മനസ്സിലാക്കട്ടെ. നീ തോറ്റാലും ജയിച്ചാലും അയാൾക്കെന്താ? എനിക്കൊരു സംതൃപ്തി ഉണ്ടല്ലോ ശിവേട്ടാ. ഇത്രയും പറഞ്ഞിട്ട് വൈജയന്തി റൂമിന് അടുത്തേക്ക് നടന്നു. അടച്ചിട്ടേക്കാണ് റൂം. തുറന്ന് അകത്തേക്ക് നോക്കി. എല്ലായിടവും വൃത്തിയായി കിടക്കുന്നു. പിന്നീട് വൈജ അടുക്കളയിലേക്ക് എത്താണ്. അവിടെ കണ്ട കാഴ്ച ബബിതയും കൃഷ്ണയും വൃത്തി പിടിച്ച് അടുക്കള പണി ചെയ്യുന്നതാണ്. കുശുമ്പും വഴക്കും ഉണ്ടായിരുന്ന ചേച്ചിയും അനീതിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും പറഞ്ഞു ഓരോ ജോലി ക്ലീനായി ചെയ്തു തീർക്കുകയാണ്.
എല്ലാം ഒന്ന് വീക്ഷിച്ചതിന് ശേഷം, അല്ല അപ്പോൾ വേണമെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യാൻ നിങ്ങൾക്കറിയാമല്ലേ? അതിന് ബബിതയുടെ മറുപടി, അറിയില്ലായിരുന്നോ? അലീന ചേച്ചി എല്ലാം പഠിപ്പിച്ചു. അത് കേട്ടപ്പോൾ വൈജയുടെ മുഖമാകെ മങ്ങി. അങ്ങനെ അവിടെ വെച്ച് അവസാനിക്കുന്നതാണ് കാണുന്നത്. അടുത്ത എപ്പിസോഡുമായി വീണ്ടും വരാം.